എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. നയന വീട്ടിൽ പോയത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട് ദേവേനിക്ക്. ദേവേന എന്ത് ചെയ്യണം, നയന ആദർശം വന്നു കഴിഞ്ഞപ്പോ തന്നെ വളരെ പരുഷമായ രീതിയിൽ നയനയോട് പെരുമാറുന്നത്. വീട്ടിൽ പോയതിന്റെ പേരിൽ ചീത്തയൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കില് നയന ഇതൊന്നും കേട്ടിട്ട് ഒന്നും മിണ്ടിയില്ല, മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. നയനയുടെ മനസ്സിലെന്നെങ്കിലും ദേവേന പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഒരു ക്രൂരമ്പ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പൊ അനാമിക വന്നിട്ടുണ്ടെങ്കിൽ അനാമികയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് തങ്ങൾ അടിമപ്പണി ചെയ്യണം. അതാണ് ശരിക്കും പറഞ്ഞാൽ അമ്മ ഉദ്ദേശിച്ച കാര്യങ്ങള്. അങ്ങനെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ആദർശ് ചോദിച്ചു, എന്ത് പറ്റി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ? അമ്മ പറഞ്ഞൊക്കെ കേട്ടാണെന്ന് ചോദിക്കും. ഇല്ല ആദർശേട്ടാ, എനിക്കറിയാം നിന്റെ മുഖം വാടിരിക്കുന്നത് എന്താന്ന്. അമ്മ പറഞ്ഞു ഓർത്തിട്ടല്ലേ, നീ അന്ന് ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ, അമ്മ എന്ത് പറഞ്ഞാലും നീ അന്നും മൈൻഡ് ചെയ്യണ്ട. ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ ഇറക്കി വിട്ട് വന്നാൽ മതിയെന്ന്. ഇതൊക്കെ ഉണ്ടാവുന്ന എനിക്ക് അറിയാമായിരുന്നു പറയാം. പക്ഷെ എന്തോ ഞാൻ അപ്പോഴേ ആദർശം കൊണ്ട് പറഞ്ഞല്ലേ നമ്മൾ വീട്ടിൽ പോയെന്നുള്ള കാര്യം പറയണ്ടാന്ന്. അതുകൊണ്ട് എന്താ ഇപ്പൊ സംഭവിച്ചേ? അമ്മ അങ്ങനെയൊക്കെ പറയും, നമ്മൾ നമ്മുടേതായ രീതി ജീവിക്കും. ഇനിയിപ്പോ എല്ലാരെയും എപ്പോഴും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ നായന പറഞ്ഞു, എന്നിട്ട് ഈ കാര്യമൊന്നും ആദർശയുടെ മുന്നേ അമ്മയോട് പറഞ്ഞില്ലോ. അത് പിന്നെ അമ്മേനെ വെറുതെ വിഷമിപ്പിക്കണ്ടാന്ന് കരുതിയാ. ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിഷമമാകും. ഇപ്പൊ തന്നെ അമ്മയ്ക്ക് നല്ല വിഷമമായിട്ടുണ്ട്. കാരണം അമ്മയോട് ചോദിക്കാതെയും പറയാതല്ലേ ഞാൻ നിന്നെയും കൊണ്ട് വീട്ടിൽ പോയത്. ഇത് കേട്ടപ്പോ നയനിക്ക് മനസ്സിലായി, ആദർശേട്ടൻ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് ഉത്തമ ഉദാഹരണമാണിത്. അതുകൊണ്ടാണല്ലോ അമ്മേനെ പോലും വകവയ്ക്കാതെ അമ്മ എന്തെങ്കിലും പറഞ്ഞാ പറയട്ടെ എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ട് വീട്ടിൽ പോയത്. തന്റെ സന്തോഷമാണ് ഇപ്പൊ ആദർശേട്ടൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് നയന അങ്ങോട്ട് അടുക്കളയിലേക്ക് ചെല്ലുവാണ്. ഈ സമയം കനക ഉണ്ടായിരുന്ന അടുക്കളയിൽ. അത് നയനോട് ചോദിച്ചു, വിളിക്കാനുള്ളവരെയൊക്കെ വിളിച്ചോ മോളെ, എവിടെയൊക്കെ പോയെന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം നയന പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അച്ഛനും നന്ദുവിനെ കണ്ടെന്ന് പറയും. ദേടും കനക ചോദിച്ചു, എന്ത് പറയുന്നു, നന്ദുവൊക്കെ എന്തെടുക്കണമെന്ന് ചോദിക്കുകയാണ്. നന്ദുവിന് വിഷമമൊക്കെ മാറിയെന്ന് ചോദിക്കും. നയന പെട്ടെന്ന് പറഞ്ഞു, അതങ്ങനെ പെട്ടെന്ന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ലമ്മേ. അവളുടെ മനസ്സിൽ വല്ലാത്ത ദുഃഖമുണ്ട്. കാരണം കല്യാണത്തിന് വരുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ അവള് വരുന്നില്ലെന്നാ പറഞ്ഞ്. കനക പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും? അവള് വരാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരും അന്വേഷിക്കും അവളെ കുറിച്ച്. അവളെന്താ വരാത്തെ? പിന്നെ നൂറ് സംശയങ്ങളായിരിക്കും. പോരാത്തനാ ജലജാബിയുടെയൊക്കെ ഉണ്ടല്ലോ. അതറിയാമേ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവള് വരുന്നില്ലെന്ന് വാശി പിടിച്ചു. ആദർശനാണെങ്കിലോ അവളോട് പറഞ്ഞേക്ക് 2 ദിവസം മുമ്പേ ഇങ്ങോട്ട് വരണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവൾക്കാണെങ്കിൽ വരാൻ മനസ്സിലെന്നുള്ള കാര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ. എങ്ങനെയാ അവളെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും സംശയമാണെന്ന് പറയാം. ഇത് കേട്ടപ്പോ കന പറഞ്ഞു, നന്ദുവിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. വേറെ ഏതെങ്കിലും ഒരു ബന്ധമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് ഞാൻ നടത്തി കൊടുത്തേനും. പക്ഷെ ഇത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് നിനക്കറിയാലോ. എനിക്കറിയാമേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നന്ദുവിന് ഒരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടാവില്ല ഈ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ. എനിക്ക് അവളെ ഇഷ്ടമാണെങ്കിലും അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലാണെങ്കിലും ഈ കുടുംബത്തിലുള്ളവർ ഒരിക്കലും അവളെ അംഗീകരിക്കത്തില്ല. അത് മാത്രമല്ല, മുത്തശ്ശൻ കൊടുത്ത വാക്കാണ് അനാമികയുടെ അച്ഛന്. ആ വാക്കിനെ ഒരിക്കലും മാറ്റാൻ പറ്റുമെന്ന് തോന്നില്ല. പിന്നെ അനാമികയെ സംബന്ധിച്ചോളം എനിക്ക് തോന്നേ ഇച്ചിരി വിളറി പിടിച്ച് ഇച്ചിരി എടുത്തയാട്ടം കൂടുതലുള്ള കൂട്ടത്തിലാണെന്ന് തോന്നേ. എനിക്കാണെങ്കിൽ ആ സ്വഭാവം അത്ര ഇഷ്ടപ്പെടുന്നും കൂടെ ഇല്ല. കല്യാണത്തിന് ശേഷം ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ അനി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ പേരും പറഞ്ഞ് ഇനിയിപ്പോ അനാമിക വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോ കനക പറഞ്ഞു, മോള് പറഞ്ഞ കാര്യം ശരിയാ. കല്യാണത്തിന് ശേഷം ഒരു പക്ഷേങ്കിൽ അനാമികയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അനിമോന്റെ ജീവിതം തകർന്നു പോകും. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷനാ. പക്ഷെ അതിനു മുമ്പ് തന്നെ നന്ദുവിന്റെ കല്യാണം നടത്തണം. നന്ദുവിന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലോ. നന്ദു ഇങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കുമ്പോഴല്ലേ പ്രശ്നം വരുന്നതെന്ന് പറയാം. ഈ സമയം നയന പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു നന്ദുവിനോട് കല്യാണത്തെക്കുറിച്ച്. പക്ഷെ അവൾ അമ്പനും വില്ലിനും അടുക്കുന്നില്ല, അവൾ എതിർക്കുക ചെയ്യുന്നേ. എനിക്ക് തോന്നുന്നില്ല അമ്മേ അനിയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ഒന്നും അവളൊരു കല്യാണത്തിന് സമ്മതിക്കുമെന്ന്. കാരണം അവളുടെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്ന ഒരേ ഒരാൾ അനിയാണ്. ഇന്നേ വരെ അവൾക്ക് ഒരാളോട് ഒരു പ്രേമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് അവൾ സ്നേഹിച്ച പുരുഷനാ. അപ്പൊ പെട്ടെന്നൊന്നും അവളുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോവില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാം. മോള് ടെൻഷൻ അടിക്കാതിരിക്കുക, ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പറയാം. ഈ സമയം അനി ആകെപ്പാടെ വിഷമത്തിലായിരുന്നു. നന്ദു എന്താ അങ്ങനെ പറഞ്ഞേ? അന്നെങ്കിൽ അവൾക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നേരത്തെ തന്നോട് പറയായിരുന്നു. പക്ഷേങ്കിൽ അവസാന മുഹൂർത്തത്തിലാണ് അവൾ നയനേടത്തിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. പക്ഷേങ്കിൽ തനിക്ക് തോന്നുന്നത് അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് തന്നെയാണ്. ആർക്കൊക്കെയോ വേണ്ടിയിട്ട് അവള് ത്യാഗം ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓർത്തോണ്ട് അനി ഇരിക്കുന്ന സമയത്താണ് ആദർശം അങ്ങോട്ട് വരുന്നത്. ആദർശം വന്നിട്ട് ചോദിച്ചു, എന്താടാ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? നിക്ക് ഒന്നുമില്ല. എടാ കല്യാണത്തിന് ഇനിയിപ്പോ അധികം ദിവസമില്ല. അതെ, ഞാൻ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. നീ നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോ എന്ന് ചോദിക്കും. ഇല്ല, വിളിക്കണം എന്ന് പറയും. അതെന്ത് പരിപാടിയാടാ? കല്യാണത്തിന് തലേദിവസം ചെന്നാണ് നീ നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണേ? അവരൊക്കെ നേരത്തെ എത്തണ്ടേന്ന് ചോദിക്കും. അല്ല അത് പിന്നെ അതെ ഇന്ന് ഞാൻ നയനയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, നയനയും കൂട്ടിക്കൊണ്ട്. പെട്ടെന്ന് അനി ചെന്നിട്ടോ,
നന്ദുവിനോട് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്. നന്ദു നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എന്നിട്ട് നീ നന്ദുവിനെ വിവാഹം ക്ഷണിച്ചോന്ന് ചോദിക്കും. അവിടെ പോയപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് എന്ത് പറ്റിയടാ, ആകെപ്പാടെ ഡള്ളായിട്ടിരിക്കുന്നേ, നിനക്ക് എന്തേലും പ്രശ്നമുണ്ടോ? നിന്റെ മനസ്സിൽ ആരോ ഉണ്ടെന്ന് എന്നോട് നയന പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറ, നിന്റെ മനസ്സിൽ ആരോ ഉള്ളതെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആദർശേട്ടെന്ന് പറയാം. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, കല്യാണമൊക്കെ ഇത്ര ആയില്ലേ, ഇനിയിപ്പം മുത്തശ്ശനാളും പറഞ്ഞ വാക്ക് മാറ്റി പറയുന്ന എനിക്ക് തോന്നില്ല. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, നിനക്കിതൊക്കെ നേരത്തെ പറയാൻ വരായിരുന്നോ? അവളെ ഇഷ്ടമില്ലെങ്കിൽ നിനക്ക് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോടാ ഈ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ്. എങ്കിൽ പിന്നെ ഞങ്ങൾ ആരും ഇത് സമ്മതിക്കുമായിരുന്നു ചോദിക്കുക. ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കുന്നു വിചാരിച്ചു പോലും ഇല്ല ആദർശേട്ടാ. അവളാ ശരിക്കും പറഞ്ഞ് ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നേ. എനിക്ക് അവളോട് പ്രണയമൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഒരു ആരാധികയോട് തോന്നുന്നൊരു ഇഷ്ടം മാത്രം, അതിനപ്പുറം എനിക്ക് അവളോട് ഒന്നുമില്ലായിരുന്നു. പക്ഷെങ്കിൽ അവൾക്ക് എന്നോട് അങ്ങനെയല്ലായിരുന്നു. എനിക്ക് അവളുടെ പെരുമാറ്റമൊക്കെ അത്ര ഇങ്ങോട്ട് പിടിക്കുന്നില്ല ആദർശേട്ടാന്ന് പറയാം. അതൊക്കെ മാറൂടാ, കല്യാണത്തിന് ശേഷം അതൊക്കെ മാറിക്കോളും. പിന്നെ അന്നാമ്മക്കിനെ ഇവിടെയാണെങ്കിൽ എല്ലാവരും മരുമകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. എൻ്റെ അമ്മയൊക്കെ ആണെങ്കിലും അതെനിക്കറിയാം. കാരണം അവൾക്ക് ഇത്തിരി കാശൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. ആ സമയത്താണ് ഇങ്ങോട്ട് നയന വരുന്നത്. നയന ചോദിച്ചാൽ എന്താ രണ്ടുപേരും കൂടെ സംസാരം ചോദിക്കുക. ഈ സമയം ആദർശ് പറഞ്ഞു, ഇവന്റെ മനസ്സിൽ ആരോ ഉണ്ട്, ഞാൻ അത് ആരാന്ന് ചോദിക്കുമായിരുന്നു പറയാം. പെട്ടെന്ന് നയനൊരു ഞെട്ടലുണ്ടായി. എൻ്റെ ഭഗവാനെ, ഇതെങ്ങാനും ഇനിയിപ്പം അനി എങ്ങാനും ആദർശയോട് തുറന്നു പറയോ? അപ്പൊ നയന് പറഞ്ഞു, ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടും ആലോചിച്ചിട്ടും കാര്യമില്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇനിയിപ്പൊ കല്യാണമൊക്കെ ആയി ഇത്രയൊക്കെ ആയില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, ഒരു പക്ഷേങ്കില് ഇനിയിപ്പം നല്ല പെൺകുട്ടി വല്ല ആണോന്ന് അറിയത്തില്ലോ ഇവന്റെ മനസ്സിലുണ്ടായിരുന്നേ. നല്ല വല്ല പെൺകുട്ടി ആയിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കായിരുന്നു പറയാ. പെട്ടെന്ന് അതിന് ചോദിച്ചു, അന്നെങ്കിൽ അന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ അവന്റെ മനസ്സിൽ ആരോ ഉള്ളതെന്ന്, അങ്ങനെയാണെങ്കിൽ ആ വിവാഹം നടത്തി കൊടുക്കുമെന്ന് ചോദിക്കുക. നയനയുടെ മനസ്സിൽ ചെറിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേങ്കിൽ നന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആദർശമായിട്ട് സമ്മതിക്കുമോ എന്നൊരു ചിന്ത. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, ഇനി ഇപ്പൊ എന്ത് ചെയ്യാനാ, ഈ മുഹൂർത്തത്തിന് സമയത്താണ് പറയണേ, കുറച്ച് മുമ്പായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവനോട് പലവട്ടം ചോദിച്ചാലേ അവൻ ആരാന്ന് തുറന്നു പറയാൻ കൂട്ടാക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങോട്ട് പോവാ. നയനയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി, സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയം ദേവയാനി ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ്. ദേവയാനിയുടെ മനസ്സിലേക്ക് ആദർശ് നയനയും കൂടെ കടന്നു വരുന്ന ആ രംഗങ്ങളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ തനിക്ക് തന്നെ മാനെ നഷ്ടപ്പെടും. അതൊരിക്കലും അങ്ങനെ സംഭവിച്ചുകൂടാ. കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ ജീവിക്കുന്നതിൽ പോലും അർത്ഥമില്ലെന്നാവും. ഇത്രയും കാലം തന്റെ ചിറകിന് കീഴെ ഒളിച്ചിരുന്ന ആദർശ പെട്ടെന്ന് ഒരു ദിവസമാണ് അവന് ഈ മനമാറ്റമൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഓർത്ത് മുറിയിലേക്ക് കഴിഞ്ഞപ്പോ ജയൻ ചോദിച്ചു, എന്താ എന്താ ദേവനി, നീ ഭയങ്കര ആലോചനയിലാണെന്ന് പറയും. ഒന്നുമില്ല. എന്ത് പറ്റി? ഒന്നുമില്ല. ഇന്ന് തന്നെയാണെങ്കിലും ആ നയനയുണ്ടല്ലോ, അവനെ വിളിച്ചോണ്ട് വീട്ടിൽ പോയിരിക്കുന്നു പറയാണ്. അതിനിപ്പോ എന്താ ദേവേനി, അവര് പോട്ടെ, അവളുടെ വീട്ടിലല്ലേ പോയേക്കുന്നേ. ഇപ്പൊ ഞാൻ നിന്നെയും കൊണ്ട് എത്ര വേണം വീട്ടിൽ പോയേക്കുന്നു. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകണമെന്ന് പറയായിരുന്നു നീ നിന്റെ. അപ്പൊ എത്രയോ ഇവിടെ നിന്നെ ഞാൻ കൊണ്ടുപോയേക്കുന്നു. അപ്പോഴൊന്നും എന്റെ അമ്മയാണെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല. പിന്നെ ഇപ്പൊ നീ എന്തിനാ അവര് വീട്ടിൽ പോയെന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണേന്ന് ചോദിക്കുക. അതല്ല, എനിക്കിഷ്ടമില്ല എന്ന് പറയാണ്. അങ്ങനെ എന്താ നിന്റെ ഇഷ്ടം നോക്കിയാണ് അവർ വീട്ടിൽ പോകുന്നത്? അല്ല, ആദർശിന്റെ കാര്യത്തിൽ അവൾ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആദർശിനെ അവള് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കുമെന്ന് പറയാ. ഇത് കേട്ടതും ജയനൊന്ന് ചിരിച്ചു. നീ എന്താ ദേവേനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആദർശ് എന്ന് പറഞ്ഞ ആരാ? അവളുടെ ഭർത്താവാ. അപ്പൊ അവളുടെ കാര്യങ്ങൾ നോക്കണ്ടേ, അവളുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കേണ്ട ആളാരാ? ആദർശാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആരും ഞാനല്ലേ? നീ നിന്റെ ഇഷ്ടങ്ങളൊക്കെ ചെന്ന് അച്ഛനോടോ അമ്മയോടോ പറയോ? ഇല്ലല്ലോ, എന്നോടല്ലേ പറയണേ. അപ്പൊ അതുപോലെ തന്നെയാണ് ആദർശിന്റെ അരികെ വന്ന് അതിനെ ഓരോ കാര്യങ്ങളൊക്കെ പറയണേ. അതിനിപ്പോ നീ ഇപ്പൊ വേവലാതിപ്പെട്ടിട്ടോ സങ്കടപ്പെട്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം പറയാം, ഒരു പരിധി വരെ അവനെ അവന്റെ വഴിക്ക് വിട്ടേക്കുക. അവര് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിക്കട്ടെ. നീ എന്തിനാ അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് ആദർശനോട് ഇങ്ങനെ ഓരോന്ന് പറയണേ? അല്ലെങ്കിൽ നയനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം നിനക്കെന്താ? ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിന്റെ മകൻ മാത്രമല്ല അവള് അവന്റെ ഭാര്യയും കൂടിയാണ്, ഈ കുടുംബത്തിലെ മരുമോളാണ്. ആ ഒരു ചിന്ത എപ്പോഴും വേണം ദേവേനി. വെറുതെ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാട്ട് നീ നോക്കണ്ട. മാത്രമല്ല കല്യാണം ഇങ്ങ് അടുത്ത് വരുവാ, അറിയാലോ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് മൂർത്തി മുത്തശ്ശനും വസ്തനാമയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആദർശ് അങ്ങോട്ട് വന്നേ. അപ്പൊ ആദർശനോട് ചോദിച്ചു, കല്യാണം വിളി എവിടെയൊക്കെയായി? നീ നിന്റെ കൂട്ടുകാരെയൊക്കെ വിളിക്കാൻ പോയെന്ന് പറഞ്ഞു. വിളിച്ചു കഴിഞ്ഞെന്ന് ചോദിക്കുക. അപ്പൊ ആദർശ് പറഞ്ഞു, വിളിച്ചു കഴിഞ്ഞ് മുത്തശ്ശാന്ന് പറയണം. അല്ല, നയനമോൾ എന്തേ? നയന മുറിയിലുണ്ടെന്ന് പറയണം. അല്ല, എനിക്കെന്തോ അനിയുടെ കാര്യത്തിൽ ഒരു സംശയം തോന്നുന്നുണ്ട് മുത്തശ്ശാന്ന് പറയണം. അതെന്താ ഇപ്പൊ നീ അങ്ങനെ പറയാനായിട്ട്? അവന്റെ മനസ്സിലെന്തോ വല്ലാത്തൊരു സങ്കടം പോലെ തോന്നുന്നു. ഈ വിവാഹമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും മുത്തശ്ശൻ, നീ എന്താടാ ഈ പറയണേ? നിനക്ക് എന്താ പറയുന്ന പോലെ ബോധം ഉണ്ടോന്ന് ചോദിക്കും. ഇത് കേട്ടതും പറഞ്ഞു, അല്ല അതല്ല മുത്തശ്ശൻ പറഞ്ഞേ,
അനിയോട് സംസാരത്തിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ മനസ്സിലായി. അവന്റെ മനസ്സിൽ ഇപ്പോഴും വേറെ ഏതോ ഒരു പെൺകുട്ടിയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പെൺകുട്ടിയെ മനസ്സിൽ വെച്ചോണ്ട് അവൻ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്ര ശരിയായ കാര്യമാണോ? ഒരുപക്ഷെ കല്യാണത്തിന് ശേഷം അവർ തമ്മിൽ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാവില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. അവനിത് ഇത്ര നാൾ സമയം ഉണ്ടായിരുന്നു, പക്ഷെ അവൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പൊ അതിനർത്ഥം എന്താ? അവൻ ഈ വിവാഹത്തിന് താല്പര്യമാന്ന് ഓർത്തല്ലേ നമ്മളല്ലായിരുന്നേ. ഇനിയിപ്പോൾ വാക്ക് കൊടുത്തു പോയി. ഇനി ഉറപ്പിച്ച വിവാഹം ഇനിയിപ്പോൾ മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പറയണം. ആദർശന് മനസ്സിലായി ഇനിയിപ്പോൾ മുത്തശ്ശനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്നുള്ള കാര്യം. പിന്നീട് ആദർശ് അങ്ങോട്ട് പോവാണ്. ഈ സമയം അനിയുടെ അടുത്തേക്ക് നയനി അങ്ങോട്ട് ചെന്നു. നയനി പറഞ്ഞു, ദേനി, ഇവിടെ എല്ലാവർക്കും സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനിയെങ്കിലും നീ നിന്റെ മനസ്സിൽ നിന്ന് നന്ദുവിന്റെ രൂപം മാറ്റിക്കളയണം. കാരണം അനാമിക വേണം ഇനി നിന്റെ മനസ്സിലുണ്ടാവണമെന്ന് പറയാം. ഇത് കേട്ടത് അനി പറഞ്ഞു, എന്താ എടുത്ത് ഇങ്ങനെയൊക്കെ പറയണേ? പെട്ടെന്ന് അങ്ങനെ മായച്ചു കളയാൻ പറ്റുന്നതാണെന്ന് ചോദിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇപ്പൊ നിനക്കറിയില്ല, കല്യാണത്തിന് അധികം ദിവസം ഇല്ലാന്ന് പറയും. മുത്തശ്ശന്റെ ആഗ്രഹമാ, മുത്തശ്ശൻ വാക്ക് കൊടുത്തിരിക്കുകയെന്ന് പറയും. പെട്ടെന്ന് അനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് ആദർശേണ്ണനും മുത്തശ്ശൻ വാക്ക് കൊടുത്തിട്ടില്ലേ? എന്നിട്ട് ആ വാക്ക് പാലിച്ചോന്ന് ചോദിക്കും. എന്ത് വാക്ക്? അല്ല, മുത്തശ്ശന്റെ ആഗ്രഹമല്ലായിരുന്നോ നയൻ്റെ അടുത്തേക്ക് ആദർശേണ്ണൻ ഒരു കുഞ്ഞു പറക്കണം എന്നല്ലേ? എന്നിട്ട് ഇത്രയും കാലമായിട്ട് അത് നടന്നോന്ന് ചോദിക്കുക. പെട്ടെന്ന് നയന പറഞ്ഞു, നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോണ്ട. ആദ്യം നീ നിന്റെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക, അനാമികയായിട്ടുള്ള വിവാഹം. അതിനുശേഷം നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവട്ടെ. ഞാൻ അതിനെ കൊഞ്ചിച്ചോളാം. എനിക്ക് അതിൽ കൂടുതൽ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. എൻ്റെ ഇഷ്ടങ്ങൾ അത്ര മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നയനി അങ്ങോട്ട് പോവാണ്. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ലാതെ അനി നിൽക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.